ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാർട്ട് നമ്മൾ ഹെയർ ഡ്രോയിങ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പാർട്ട് കൊണ്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ബ്രഷോടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പെൻസിൽ വാങ്ങി നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ വരച്ചതിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, നല്ല പെൻസിലായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നെറ്റിയുടെ ഒരു ഭാഗത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലൈറ്റ് കളർ ഷെയ്ഡ് വേണം ഡാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മളെല്ലാവരിക്കും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഫേസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷെയ്ഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ ഒരു ഫേസിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയുടെ ആ ഒരു നെറ്റിയും ആ മുടി കൂടെ ചേരുന്ന ഭാഗത്തും, അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചുണ്ടുകളുടെ ആ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെയും ആ താടിയുടെയൊക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇച്ചിരി ഒന്ന് കട്ടി കൊടുക്കേണ്ട, ഒരുപാട് കട്ടി കൊടുക്കേണ്ട ഷെയ്ഡിങ് ഇല്ല, എന്നാൽ പോലും കുറച്ചൊന്ന് കട്ടി കൊടുക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. ബാക്കിയൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് മാത്രം മതി. അപ്പോൾ നമ്മളവിടെയൊക്കെ ഇപ്പോൾ നല്ല ഫുള്ളായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കുറേയൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡിങ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേരൊക്കെ കളർ പെൻസിൽ ഡ്രോയിങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ ഓൾറെഡി 2-3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കളർ പെൻസിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്ത് നോക്കാനുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണെങ്കിൽ, അതായത് കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ആവും. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിലും ചെയ്യാം. മുമ്പുള്ള സമയത്ത് നമുക്ക് തീർച്ചയായും കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താം. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ക്ലാരിറ്റി ഉള്ള ഇമേജ് അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഫേസിലെ ആ ഒരു കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സൂം ചെയ്താൽ പോലും ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ എടുക്കുന്ന സമയത്ത് ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് നോക്കിയെടുത്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ വരയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരുപാട് ഒരു കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഇമേജ് നോക്കി നമ്മൾ വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇമേജുകളൊന്നും നോക്കിയെടുക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് കിട്ടിയ ഒരു ഇമേജ് വെച്ച് ഞാൻ വരച്ച് പോകാറാണ് പതിവ്. പിന്നെ ചില ഇമേജൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി ഉള്ള ഇമേജൊക്കെ ചില സമയത്ത് കിട്ടും. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കിട്ടാൻ നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു റെഫറൻസ് ഇമേജിനെ അടിസ്ഥാനമാക്കി തന്നെ വരയ്ക്കുക. കാരണം നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഒരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു ഇമേജ് നോക്കി തന്നെ നിങ്ങൾ വരച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് വരച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രോയിങ് മെറ്റീരിയൽസ് വാങ്ങി കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കുറച്ച് ഡ്രോയിങ് മെറ്റീരിയൽസ് മാത്രം വാങ്ങി തുടങ്ങിയാൽ മതി. പിന്നീട് നിങ്ങൾ ഡ്രോയിങ് ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട്, അതായത് മെയിനായിട്ട് പേപ്പർ, അതുപോലെ തന്നെ പെൻസിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനിപ്പം 80 അല്ലെങ്കിൽ 70 GSM ഉള്ള പേപ്പറിലൊക്കെയാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പേപ്പറിലേക്ക് വരയ്ക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് GSM കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സാധാരണ ബുക്ക് നമ്മൾ വാങ്ങിയിട്ട് അതിലായിരുന്നു വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഡ്രോയിങ് ബുക്കൊന്നുമല്ല, സാധാരണ നമ്മൾ നോട്ടൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ബുക്ക് വാങ്ങിയിട്ട് ആ ഒരു ബുക്കിലായിരുന്നു നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഡ്രോയിങ് ബുക്ക് വാങ്ങി അതിൽ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ വരച്ച് അതിന് ശേഷം നമ്മൾ പിന്നീട് പേപ്പറിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മെയിനായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് ഞാൻ പേപ്പറിലേക്ക് കൂടുതലായിട്ട് വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ GSM കുറഞ്ഞ പേപ്പറിലായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മളത് 210 GSM വരെയുള്ള പേപ്പറിലേക്കായി. പിന്നീട് ഇപ്പം 250 GSM വരുന്ന പേപ്പറിലാണ് നമ്മളിപ്പം വരയ്ക്കുന്നത്. അങ്ങനെ GSM കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ഡ്രോയിങ്ങിലും കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ GSM കൂടി പേപ്പറിൽ.
അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചോദിക്കുക.